കഴിഞ്ഞ കുറച്ച് നാളായി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആ മേഖലയിൽ വലിയ ഉണർവ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അടുത്തിടെ ഇറങ്ങുന്ന മിക്ക മലയാള സിനിമകളും വലിയ വിജയം നേടുകയും തിയേറ്ററുകളിൽ വലിയ കളക്ഷൻ നേടുന്നതുമൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ മലയാള സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് താരങ്ങളുടെ പ്രതിഫലം തന്നെയാണ്. മുൻനിര താരങ്ങളൊക്കെ കോടികളാണത്രേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വാങ്ങുന്നത്. അതിൽ യുവതാരങ്ങൾ, ഇപ്പോഴുള്ള മിക്ക യുവതാരങ്ങളും ഒരു സിനിമ ചെയ്യാൻ വാങ്ങുന്നത് 4 കോടിയിലേറെ രൂപയാണത്രേ. അത് നിർമ്മാതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാണ് അവർ പരാതി പറയുന്നത്. ഈ അടുത്തിടെ ചില സിനിമകളിൽ അഭിനയിച്ച ഒരു കൗമാര താരം ഒരു സിനിമ ചെയ്യാൻ ചോദിച്ചത് 1.5 കോടി രൂപയാണത്രേ. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പല നിർമ്മാതാക്കളും ചില സിനിമകൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ അമ്മയ്ക്ക് ഒരു നിവേദനമടക്കം നൽകിയിരിക്കുകയാണ്. താരങ്ങൾ മാത്രമല്ല കേട്ടോ, മറ്റ് സാങ്കേതിക പ്രവർത്തകരടക്കം, സിനിമാ മേഖലയിലെ സാങ്കേതിക പ്രവർത്തകരടക്കം അവരുടെ പ്രതിഫലം കുത്തനെ ഉയർത്തിയ ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നൗഫൽ, സിനിമാ മേഖല എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു ഒരു കളർഫുൾ ഒരു മേഖലയാണ്. അപ്പോൾ താരങ്ങളൊക്കെ വൻ തുക വാങ്ങാറുണ്ട്. അത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തെലുങ്കിലായാലും ബോളിവുഡിലൊക്കെ ആയാലും കോടികളാണ് അവരുടെ പ്രതിഫലം. അങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ചോദിക്കുന്നതിൽ തെറ്റുന്നില്ല. ഒരാൾ അയാളുടെ മാർക്കറ്റ് എത്രയും തിരിച്ചറിഞ്ഞ് അയാൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അത് കൊടുക്കണ്ടെന്നുള്ളത് നിർമ്മാതാക്കൾ തീരുമാനിക്കണം. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ പറയുന്ന പോലെ ഇത് പുതിയ കാര്യമല്ല. പല തവണ, എത്രയോ തവണ ഈ വാർത്ത വന്നിരിക്കുന്നു. നിർമ്മാതാക്കൾ അമ്മയോട് ആവശ്യപ്പെടുന്നു, അമ്മ യോഗം ചേരുന്നു, അമ്മ യോഗത്തിൽ എന്തോ ഒരു തീരുമാനം എടുക്കുന്നു, അത് നടന്മാരൊക്കെ പൈസ കുറയ്ക്കുമെന്ന് പറയുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല, അങ്ങനെ പോകുന്നു. അത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, അങ്ങനെ 2ാം നിര 3ാം നിരയൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും 5 പൈസ കുറയ്ക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് 3ാം നിരയിലും 4ാം നിരയിലും വരുന്ന നടന്മാരാണ്. ഇപ്പോൾ നമ്മൾ ദിവ്യ തന്നെ 5 കോടിയുടെയും 1.5 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഈ മമ്മൂട്ടി, മോഹൻലാലൊക്കെ വാങ്ങുന്ന കോടികളുടെ കണക്ക് അതിൽ എത്രയോ മേലെയാണല്ലോ. അപ്പം ഒരു സിനിമയുടെ ഒരു കണക്ക് അന്ന് 2020 എന്തോ ഒരു വാർത്ത വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ നിർമ്മാതാക്കൾ പറഞ്ഞൊരു കാര്യം, ഒരു സിനിമയുടെ 65% തുക ഈ ഒരു ഒറ്റ നടൻ, ഒരു സിനിമയ്ക്ക് ചിലവാകുന്ന 65% തുക ഈ ഒരു ഒറ്റ നടൻ വാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു സിനിമയെക്കുറിച്ച്, ഒരു മനുഷ്യൻ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുക. അയാൾ കാലങ്ങളായി, വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന സിനിമാ മോഹം, അയാളൊരു സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് അയാൾ സിനിമയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അത് ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി വേണം, എങ്കിൽ മാത്രമേ ഒരു നിർമ്മാതാവിന് കിട്ടുകയുള്ളൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അയാൾ ആലോചിക്കുക. ബേസിക്കായിട്ടുള്ള സിനിമ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് നടപ്പിലാക്കാൻ എന്താണ് മാർഗം? ഒരു മാർഗ്ഗവുമില്ല. ഈ നടന്മാരെ കിട്ടാൻ അയാൾക്കൊരു മാർഗ്ഗമില്ല. അയാൾ സിനിമ വീണ്ടും അവിടെ അകത്ത് കിടക്കുന്നു. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് അയാളുടെ ലക്ഷ്യമാണ്. പക്ഷേ ഇപ്പോൾ നിർമ്മാതാക്കളുടെ വിഷയം എന്താ? ഈ സിനിമകളൊന്നും ലാഭത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. അവർ ഈ മുടക്കുന്ന പൈസയ്ക്ക് പകരം കിട്ടുന്നില്ല. ഈ മുടക്കുന്ന പൈസയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു പൂന്തോട്ടത്തിനായി നമ്മൾ കോടികൾ ചിലവാക്കുകയും ബാക്കി അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനും ബാക്കി കാര്യങ്ങൾക്കും സാനിറ്ററീസിനും വളരെ കുറച്ച് തുകയും ചിലവാക്കുന്നു, അങ്ങനെ ചെയ്യില്ലല്ലോ നമ്മൾ. അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഈ വലിയ നടന്മാർക്ക് 65% കാശ് കൊടുത്തിട്ട് സിനിമ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അതാണ്, അതിനെതിരെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ ആവശ്യം ന്യായമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന നടന്മാർക്കൊക്കെ സ്വന്തമായ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പ്രതിഫലം മാത്രമല്ല, അവരുടെ ലാഭവിഹിതം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതും കൂടി പരിഗണിച്ചിട്ട് വേണം ഇതിലൊക്കെ തീരുമാനം എടുക്കാൻ. ഏതായാലും ഈ ആവശ്യം പുതിയ ആവശ്യമല്ല, പല തവണ ആവശ്യപ്പെട്ടതാണ്. അതിലൊരു നടപടിയും ഉണ്ടാകാറില്ല, ഇനിയും നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. യെസ്, ഈ താരങ്ങളുടെ പ്രതിഫലം കുറച്ചാൽ മാത്രം ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ പ്രതിസന്ധി തീരുമോ അജൻസ്? ഈ താരങ്ങൾ പ്രതിഫലം കൂട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാം. നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്ത് OTT പ്ലാറ്റ്ഫോമുകൾ വൻ തുക മുടക്കി സിനിമകൾ പർച്ചേസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ OTT അത് കുറേ നാൾ തുടർന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ചില നടന്മാരുടെ സിനിമകൾക്ക് ഇതെന്താണ് ഡിമാൻഡുണ്ട്. സൂപ്പർ താരങ്ങൾ തന്നെ ആവണമെന്നില്ല, ചില നടിമാരുടെയും നടന്മാരുടെയൊക്കെ സിനിമകൾക്ക് ഡിമാൻഡുണ്ട്. അപ്പോൾ OTT ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഒരു നടൻ ആ സിനിമയിൽ ഉണ്ടായാൽ തന്നെ അത് OTTയിൽ വലിയ തുകയ്ക്ക് വിറ്റുപോകും എന്നുള്ളതുകൊണ്ട് ഈ നടൻ ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ നടന്മാർ, ഞാൻ ഈ പറയുന്നത് സൂപ്പർ താരങ്ങളെക്കുറിച്ചല്ല കേട്ടോ, മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള ആളുകളെക്കുറിച്ചല്ല,
അതല്ലാത്ത നടന്മാരുണ്ട്. അല്ലാത്ത നടന്മാരുടെ സിനിമയ്ക്ക് നല്ല OTT വാല്യൂ ഉണ്ട്. അപ്പോൾ നടന്മാരും നടിമാരും അവരുടെ സിനിമയ്ക്ക്, അപ്പോൾ ആ സിനിമ എന്താണ്, ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത തുക ഒരുപക്ഷെ OTT യിൽ കിട്ടും, നല്ലൊരു തുക OTT യിൽ കിട്ടും. പിന്നെ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എല്ലാവർക്കും ബോണസാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020 ശേഷം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ OTT വാല്യൂള്ള നടന്മാർ, ഞാൻ വീണ്ടും പറയുന്നത് സൂപ്പർ താരങ്ങളല്ല, OTT വാല്യൂള്ള നടന്മാർ അവരുടെ വേതനം വർദ്ധിപ്പിച്ചു. കാരണം നല്ല തുകയ്ക്ക് അവരെയാണ് വിൽക്കുന്നത്. OTT വിൽക്കുന്നത് അവരുള്ളതുകൊണ്ടാണ് അത് വിറ്റ് പോകുന്നത്. മുമ്പ് സാറ്റലൈറ്റ് റേറ്റ് ആയിരുന്നു, ഇപ്പോൾ അതല്ല OTT റേറ്റാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായി അവരുടെ പ്രതിഫലം ഉയർത്തി. അപ്പോൾ അവരെന്തിനാണ് അങ്ങനെ പ്രതിഫലം ഉയർത്തുന്നത് ചോദിച്ചാൽ, കഷ്ടിമുഷ്ടി ജീവിച്ചു പോകാൻ ഒരു 2-2.5 കോടി രൂപയൊക്കെങ്കിലും വരും. ചില മാസം അത് യാത്രയിൽ ചിലപ്പോൾ 3 കോടിയാവും. അതൊക്കെ ഉണ്ടാവും. അവർക്ക് നല്ല കാർ വാങ്ങണം, നന്നായിട്ട് ജീവിക്കണം, അതൊക്കെ ശരിയാണ്. അവരോട് നിങ്ങൾ കാശ് മേടിക്കരുതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ OTT പ്ലാറ്റ്ഫോമുകൾ ഇത്തരം സിനിമകൾ എടുക്കുന്നത് കുറഞ്ഞു. അവർ ചെറിയ തുകയ്ക്കാണ് വാങ്ങുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നില്ല, ആ പ്രതിഫലം കുറച്ചിട്ടില്ല. അതാണൊരു പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് നസ്ലിൻ ഒരു സൂപ്പർ താരം എന്നും പറയാൻ പറ്റില്ല, അതൊരു കൗമാര താരമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന സിനിമ പ്രേമലു വൻ സക്സസ് ആണ്. തിയേറ്ററിലും ഉൾപ്പെടെ, തിയേറ്ററിലും OTT എല്ലാം വൻ സക്സസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അത്രയും സക്സസ് റേറ്റിലുള്ള നടൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം കൂട്ടും. ഞാൻ പറയുന്നത് ഈ നസ്ലിൻ, ഷൈനികം അങ്ങനെയുള്ള നടന്മാർ, ഈ യുവ നടന്മാർ അവരുടെ റേറ്റ് കൂട്ടുന്നതാണ് നിർമ്മാതാക്കളുടെ പ്രശ്നം. അതല്ലാതെ മമ്മൂട്ടി മോഹൻലാലും റേറ്റ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവർ അമ്മയ്ക്ക് കത്തെഴുതില്ല. ഇത് ഈ യുവ നടന്മാർ റേറ്റ് കൂട്ടുന്നു, അതാണ് അവരുടെ പ്രശ്നം. അവരെ ഉപയോഗിച്ച് ഇനി പടം എടുക്കാൻ പോകുന്നവരുടെ പ്രശ്നം അതാണ്. മമ്മൂട്ടി മോഹൻലാലിനെ സംബന്ധിച്ച് അവർ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ്, അവർ തന്നെയാണ് പണം ഇറക്കുന്നത്, അവർ തന്നെയാണ് ലാഭം കൊയ്യുക, നഷ്ടം ഉണ്ടാവുക, അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവർ വേറൊരാൾക്ക് കമ്മിറ്റ് ചെയ്തൊരു സിനിമ പോയാൽ പോലും അവർ ചോദിക്കുന്ന കാശ് അവർ കൊടുത്തേ പറ്റൂ. ഇപ്പോൾ നിർമ്മാതാക്കളുടെ വിഷമം ഈ പുതിയ നടന്മാർ, യുവ നടന്മാർ അവരുടെ പ്രതിഫലം ഉയർത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ OTT പ്ലാറ്റ്ഫോമുകൾ ഈ സിനിമകൾ വലിയ തുകയ്ക്ക് വാങ്ങുന്ന നിർത്തി എന്നുള്ളത് കൂടിയാണ്. പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ച് അവരുടെയും പ്രശ്നം ഉണ്ടാവും. ഈ നേരത്തെ നൗഫൽ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. അതായത് ഒരു സിനിമ എടുക്കാൻ എത്ര രൂപ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ചില സിനിമകൾക്ക് 10 കോടി ചിലവായി, 15 കോടി ചിലവായി എന്നൊക്കെ പറയുന്നുണ്ട്. മലയാളത്തിലൊരു ആവറേജ് സിനിമ ഇതാണ്, ആവറേജ് ചിലവ് വരുന്ന കേസാണ് 10 കോടി 15 കോടി എന്നൊക്കെ പറയുന്നത്. കാരണം അതിലുള്ള നടീനടന്മാരുടെ പ്രതിഫലമാണ് അതിലേറ്റവും വലിയ ഘടകം. ഈ 10 കോടി എന്ന് പറയുമ്പോൾ അതൊരു 4 കോടി മുതൽ 5 കോടി വരെ അതിലെ പ്രധാനപ്പെട്ട നടനോ നടിക്കോ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണത്. കാരണം അത് സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ക്വാളിറ്റിയെ ബാധിക്കും. ബഡ്ജറ്റ് ഒരു നടന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ബാക്കി ബഡ്ജറ്റ് ഉപയോഗിച്ച് സിനിമ തട്ടിക്കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇത്രയും ഉയർന്ന തുക ഒരു നടിക്കോ നടനോ കൊടുക്കേണ്ടി വന്നില്ലെങ്കിൽ 2-3 കോടി രൂപയ്ക്ക് സാധാരണ രീതിയിലൊരു സിനിമ നമുക്ക് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും മതി ആക്ച്വലി. പക്ഷേ ഈ 10 കോടിക്ക് മുകളിലൊക്കെ ഈ ബഡ്ജറ്റ് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നടീനടന്മാരുടെ ഇത് തന്നെയാണ്. പ്രൊഡ്യൂസർമാർക്ക് അവരുടെ കൺസേൺ ഉണ്ട്, നടീനടന്മാർക്ക് അവരുടേതായ ന്യായമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുവ നടന്മാരോട് നിങ്ങൾ നാളെ പോലെ പ്രതിഫലം കുറയ്ക്കണമെന്ന് അമ്മ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. യെസ്, അതാണ് അത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഒരു സിനിമ തുടങ്ങി അത് തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് കോടികളുടെ ചിലവുണ്ട്. പല സിനിമകൾക്കും ആ ചിലവായതിൻ്റെ തുക പകുതി പോലും തിയേറ്ററുകളിൽ നിന്ന് തിരിച്ച് കിട്ടാറുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അത് നിർമ്മാതാക്കളും ഒക്കെ മുന്നോട്ട് വയ്ക്കും. പക്ഷേ അതിൽ എത്രത്തോളം പരിഹാരം കാണാൻ കഴിയും എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.